ഒരിക്കൽ ഫർഗാന എന്ന ദേശത്തുള്ള ഒരു വ്യക്തി മക്കയിലേക്ക് ഹജ്ജ് ചെയ്യാൻ വേണ്ടി പുറപ്പെട്ടു. അങ്ങനെ യാത്രാമധ്യേ അയാൾ നിഷാപൂരിൽ എത്തിച്ചേർന്നു. ആ സമയത്ത് നിഷാപൂരിലെ പ്രഗത്ഭനായ സൂഫിവര്യനായിരുന്നു അബൂ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. മഹാനുഭാവനെ ഒന്ന് സന്ദർശിച്ചിട്ട് പോകാമെന്ന് കരുതി മഹാനുഭാവന്റെ കാങ്കാഹിലേക്ക് ആ വ്യക്തി ചെന്നു. എന്നിട്ട് മഹാനുഭാവനോട് സലാം പറഞ്ഞു. ആ വ്യക്തിയുടെ സലാം കേട്ടിട്ടും മഹാനുഭാവൻ ആ വ്യക്തിയുടെ സലാം അടക്കിയില്ല എന്ന് മാത്രമല്ല, തിരിഞ്ഞു നോക്കിയതുപോലുമില്ല. ഒരു വ്യക്തി സലാം പറഞ്ഞാൽ അത് മടക്കൽ നിർബന്ധമാണല്ലോ. അതറിയാവുന്ന ആ വ്യക്തി അബൂ ഉസ്മാൻ നൈസാബൂരി തങ്ങളോട് പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, എന്തൊരത്ഭുതം! ഒരാളെ സന്ദർശിക്കാൻ വേണ്ടി വേറൊരാൾ വന്നപ്പോൾ അയാളുടെ സലാം പോലും അടക്കാതെ അയാളോടുള്ള ആചാരമര്യാദകളൊന്നും പാലിക്കാതിരിക്കുകയോ? അത് കേട്ടപ്പോൾ മഹാനുഭാവൻ തിരിഞ്ഞു നോക്കി. എന്നിട്ട് ആ വ്യക്തിയോട് പറഞ്ഞു, വൃദ്ധയായ രോഗിയായ തൻ്റെ മാതാവിനെ വീട്ടിൽ തനിച്ചാക്കി ഹജ്ജ് ചെയ്യാൻ പോകുന്നവൻ, അതും ആ മാതാവിൻ്റെ തൃപ്തിയില്ലാതെ ഹജ്ജ് ചെയ്യാൻ വേണ്ടി പോകുന്നവൻ്റെ അവസ്ഥ എന്താണ്? ഇതങ്ങ് കേട്ടപ്പോൾ ആ വ്യക്തി ഞെട്ടിപ്പോയി. പിന്നെ അയാളൊന്നും പറയാൻ നിന്നില്ല, വേഗം വീട്ടിലേക്ക് തന്നെ മടങ്ങി. അങ്ങനെ തൻ്റെ വീട്ടിലെ രോഗിയായ വൃദ്ധയായ മാതാവിനെ ശുശ്രൂഷിച്ചുകൊണ്ട് കുറച്ചു കാലം താമസിച്ചു. ശേഷം തൻ്റെ മാതാവ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞപ്പോൾ ആ വ്യക്തി നിഷാപൂരിലേക്ക് പുറപ്പെട്ടു. മഹാനായ ഗുരുവര്യർ അബൂ ഉസ്മാൻ എന്നവരെ കാണലായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. മഹാനുഭാവന്റെ മജ്ലിസിലേക്ക് ആ വ്യക്തി കയറേണ്ട താമസം മഹാനായ ഗുരുവര്യർ ആ വ്യക്തിയെ ആദരിക്കുകയും സ്നേഹത്തോടെ സ്വീകരിക്കുകയും ചെയ്തു. തൻ്റെ കൽബിലുള്ള രഹസ്യങ്ങളും തൻ്റെ അവസ്ഥകളും അറിയാൻ കഴിഞ്ഞ ആ മഹാഗുരുവിനെ അയാൾ തൻ്റെ ഷെയ്ഖായി സ്വീകരിച്ചു. തൻ്റെ ഷെയ്ഖിന് സേവനമനുഷ്ഠിച്ചുകൊണ്ട് വർഷങ്ങളോളം ഷെയ്ഖിൻ്റെ കൂടെ തന്നെ താമസിച്ചു. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം മഹാനായ അബൂ ഉസ്മാൻ നൈസാബൂരി തങ്ങൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ ദിവസം മരണമാസന്നമായി കിടക്കുന്ന ഗുരുവിൻ്റെ ചാര നിന്നുകൊണ്ട് ആ വ്യക്തി പൊട്ടിക്കരയാൻ തുടങ്ങി. അയാൾ അട്ടഹസിക്കുകയും അദ്ദേഹത്തിൻ്റെ ഡ്രസ്സ് വലിച്ചു കീറുകയും ചെയ്തു. അപ്പോൾ ക്ഷീണിതനായി കിടക്കുകയായിരുന്ന ഗുരു മെല്ലെ കണ്ണു തുറന്നു. എന്നിട്ട് ആ വ്യക്തിയോട് ചോദിച്ചു, മോനെ, ഇങ്ങനെ കരയാൻ പാടുണ്ടോ? ഇതാണോ മുത്തുനബി പഠിപ്പിച്ചത്? ഇത് മുത്തുനബിയുടെ സുന്നത്തിനെതിരല്ലേ? ആരെങ്കിലും മുത്തുനബിയുടെ സുന്നത്തിനെതിരായി പ്രവർത്തിക്കുകയാണെങ്കിൽ അത് കാപ്പട്യത്തിൻ്റെ ലക്ഷണമാണ്. അതുകൊണ്ട് പ്രയാസങ്ങൾ വരുമ്പോൾ അട്ടഹസിച്ച് കരഞ്ഞുകൊണ്ട് നീ ആ സുന്നത്തിനെതിരെ പ്രവർത്തിക്കരുത്. ശേഷം മഹാനുഭാവൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു.